प्रिय छात्रों, आप सभी का स्वागत है। आज हम 12वीं कक्षा की तीसरी यूनिट के पहले पाठ का अध्ययन करने जा रहे हैं। इसके पहले एक बात है कि यदि आप यह चैनल अब तक सब्सक्राइब न करते तो कृपया सब्सक्राइब करें और बेल आइकन भी क्लिक करें। इससे आपको मैं वीडियो अपलोड करते समय इसका नोटिफिकेशन मिलेंगे। ओके, चलिए शुरू करें हमारी क्लास। आप देखिए, ये चित्र किसका है? APJ अब्दुल कलाम का चित्र है। इस चित्र में एक पुस्तक का चित्र भी है। पुस्तक पर क्या लिखते हैं? अग्नि की उड़ान। अग्नि की उड़ान, इसका अर्थ है अग्नि चिरगल। ये किसकी रचना है? APJ अब्दुल कलाम की रचना है। ये किस विधा की रचना है? अग्नि की उड़ान किस विधा की रचना है या इसका प्रोक्ति क्या है? आत्मकथा। अग्नि की उड़ान APJ अब्दुल कलाम की आत्मकथा है। आत्मकथा में क्या होता है? आत्मकथा में जीवन के अविस्मरणीय प्रसंगों का सच्चा चित्रण होता है। ആത്മകഥയിൽ ജീവിതത്തിലെ അവിസ്മരണീയമായ സന്ദർഭങ്ങളുടെ യഥാർത്ഥ ചിത്രണമാണ് ഉണ്ടാവുക। आज हम इस प्रकार की एक आत्मकथा पढ़ने की कोशिश करें। आप देखिए, विदाई किसी भी हालत में दर्दनाक है। विदाई मीन्स വേർപാട്, വേർപിരിയൽ. ഇപ്പോൾ വേർപാട് എന്ന് പറയുന്നത് ഏതൊരു അവസ്ഥയിലും എന്താണ്? ദർദനാക്ക് ഹെ, വേദനാജനകമാണ്. ചാഹെ വഹ് മിട്ടി കി ഹോ യാ കന്യാ കി, അതിപ്പോൾ മണ്ണായാലും പെണ്ണായാലും. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരെ വേർപിരിയുക എന്നുള്ളതും നമ്മളുടെ ഭൂമി, നമ്മൾ വസ്തു, അതിനെ നമ്മൾ വേർപിരിയുക എന്നുള്ളതും വേദനാജനകമാണ്. സ്വന്തം ഭൂമി വിൽക്കേണ്ടി വരിക, അല്ലെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരാളെ നമുക്ക് നഷ്ടപ്പെടുക, ഇതൊക്കെ വേർപാടെന്ന് പറയുന്നത് മണ്ണായാലും പെണ്ണായാലും അത് വേദനാജനകം തന്നെയാണ്. एकांत श्रीवास्तव का आत्मकथांश संबंधों की गहराई को सच्चाई से आंकने वाला आईना बन गया है. ഏകാന്ത ശ്രീവാസ്തവിൻ്റെ ആത്മകഥയുടെ ഭാഗം സംബന്ധോങ്കി ഗഹരായിക്കോ, ബന്ധങ്ങളുടെ ആഴത്തിനെ സച്ചായി സെ ആങ്കനെ വാല ആയിന ബൻ ഗയാ ഹെ, സത്യസന്ധത കൊണ്ട് അളക്കുന്ന ഒരു കണ്ണാടിയായി മാറിയിരിക്കുന്നു. इसका मतलब है कि यह पाठ संबंधों की गहराई के बारे में कहते हैं. ബന്ധങ്ങളുടെ ആഴത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. इसमें नारी समस्या भी एक विषय है. ഇതിൽ സ്ത്രീ സമസ്യ അതൊരു വിഷയം കൂടിയാണ്. देखिए, जमीन एक स्लेट का नाम है. जमीन ഒരു സ്ലേറ്റിന്റെ പേരാണ്. इसका लेखक का नाम है एकांत श्रीवास्तव. प्रोक्ति या विधा क्या है? आत्मकथा. एकांत श्रीवास्तव द्वारा लिखित आत्मकथा का एक अंश है जमीन एक स्लेट का नाम है. देखिए इसका पहला पैराग्राफ. 30 अप्रैल को मेरी तदर्थ सेवा समाप्त कर दी गई और मैं बोरिया बिस्तर समेटकर अम्मा सहित बिलासपुर आ गया था. 30 अप्रैल को, ഏപ്രിൽ 3-ന് മേരി തദർത്ത് സേവ, എൻ്റെ തദർത്ത് സേവ താൽക്കാലികമായ സേവനം, സമാപ്ത് കർ ദി ഗയി അവസാനിച്ചു. और मैं बोरिया बिस्तर समेटकर, ഞാൻ എൻ്റെ ബോരിയ എൻ്റെ പെട്ടിയും ബിസ്തർ കിടക്കകളുമൊക്കെ സമേട്കർ എടുത്തിട്ട് അമ്മ സഹിത് ബിലാസ്പൂർ ആകിയാത, അമ്മയോടൊപ്പം എവിടേക്ക് വരുന്നുണ്ടായിരുന്നു? ബിലാസ്പൂരിലേക്ക്. ചോട്ടാബായി ഗുഡു ലിവാനെ ആയാഥ, ചെറിയ സഹോദരൻ എന്ത് ചെയ്തു? എന്നെ വിളിക്കാനായിട്ട് വന്നിരുന്നു. താക്കി എന്തെന്നാൽ സാമാലാനേമേം, സാധനങ്ങൾ എടുക്കുന്നതിൽ അക്കേലെ മുച്ചേ കഠിനായി ഇന്നഹോ, ഒറ്റയ്ക്ക് എനിക്ക് കഠിനായി ഇന്നഹോ, ബുദ്ധിമുട്ടുണ്ടാകരുത്. അപ്പോൾ സാധനങ്ങളൊക്കെ ഒറ്റയ്ക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ ഇളയ സഹോദരൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു. സാമാലാന ഇസ്ലിയെ ജറൂർ ഇതാക്കി, സാധനങ്ങൾ എടുക്കേണ്ടത് ഇത്രയും ആവശ്യമായിരുന്നു. എത്രയും ആവശ്യമായിരുന്നു എന്നുള്ളത് ഇനി പറയും. സോ ലെഫ്റ്റ് സൈഡ് വള്ളിയുള്ള കീ ഇട്ടിരിക്കുന്നു. അഗലെ വർഷ് പുനഃ സാക്ഷാത്കാർ മേ മൈ ചുൻ ഹി ലിയാ ജാവും,
അടുത്ത വർഷം അഗലേ വർഷ് പുനഃ വീണ്ടും സാക്ഷാത്കാർ മേ ഇന്റർവ്യൂവിൽ മൈം ചുൻ ഹി ലിയാ ജാവും, ഞാൻ തിരഞ്ഞെടുക്കപ്പെടും. ഇസ്കി ഗ്യാരണ്ടി നഹീതി, ഇതിനൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഇൻ്റർവ്യൂയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ജോബ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും ഇൻ്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വർഷം ഇൻ്റർവ്യൂ ചെയ്ത് എനിക്ക് തന്നെ കിട്ടുന്നൊരു ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് സാധനങ്ങളെല്ലാം എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ബിലാസ്പൂർ കെ ഘർ മേം താല ലഗാക്കർ സാരാ പരിവാർ ഗാവ് പഹുഞ്ച. ബിലാസ്പൂരിലെ വീട് താല ലഗാക്കർ, ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ പൂട്ടിയിട്ട് സാരാ പരിവാർ ഗാവ് പഹുഞ്ച, എല്ലാ കുടുംബങ്ങളും എങ്ങോട്ടേക്ക് എത്തി? എല്ലാ കുടുംബം എന്ന് വെച്ചാൽ കുടുംബം മുഴുവൻ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. അർസേ കെ ബാദ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അർസ എന്ന് പറഞ്ഞാൽ ലോങ് ടൈം എന്നുള്ള അർത്ഥത്തിലാണ്, ഒരുപാട് നാളുകൾക്ക് ശേഷം ഗാവ് കെ കർക്കി ലിപായി പുതായി കീ ഗയി, ഗ്രാമത്തിലെ ഈ വീട് എന്ത് ചെയ്തു? ഞങ്ങൾ ക്ലീൻ ചെയ്തു, ഞങ്ങളത് വൃത്തിയാക്കി. ബെഹുത്ത് ദൗഡ് ഭാഗ് കെ ബാദ്, ഒരുപാട് ഓടിയതിന് ശേഷം, ഒരുപാട് അലഞ്ഞതിന് ശേഷം ജമീൻ കാ ഖരീദാർ മില, ഭൂമിയുടെ വാങ്ങുന്ന ആളെ ലഭിച്ചു, ഭൂമി വാങ്ങാനുള്ള ആളിനെ ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, ഇവരെന്ത് ചെയ്യാൻ പോവുകയാണ്? സ്വന്തം ഭൂമി വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ ഭൂമി വാങ്ങിക്കാനുള്ള ആളെ ഇവർ കുറേ നാളത്തെ അലച്ചിലിന് ശേഷമാണ് കണ്ടെത്തിയത്. 12,000 പ്രതി ഏക്കർ കി ദർ സെ, 12,000 12,000 പ്രതി ഏക്കർ കി ദർ സെ, ഏക്കറിന് 12,000 രൂപ വെച്ച്, ദർ സെ, ദർ എന്ന് പറഞ്ഞാൽ വാല്യൂ ഇട്ടു, ജൈസ കി അനുമാനത, അങ്ങനെയാണ് അവർ തീരുമാനിച്ചത്. കുച്ച് അവർ കീമത്ത് ആ സക്തി, കുറച്ചും കൂടി കീമത്ത് കിട്ടിയനെ, വില ഉറപ്പായിട്ടും കിട്ടിയനെ. മഗർ, എന്നാൽ മസ്ബൂരി ക ഫായദ സഭി ഉടാത്തെ ഹെ, മസ്ബൂരി എന്ന് പറഞ്ഞാൽ നിസ്സഹായാവസ്ഥ, നിസ്സഹായാവസ്ഥയുടെ ഫായദ പ്രയോജനം സഭി ഉടാത്തെ ഹെ, എല്ലാവരും ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ച് എന്തോ അത്യാവശ്യത്തിനാണ് ഇവർ ഈ വസ്തു വയ്ക്കുന്നത്. അപ്പോൾ തങ്ങൾക്ക് എന്തായാലും വസ്തു വിൽക്കണം എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്ത് കൊണ്ടും വസ്തു വിൽക്കും എന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ മാക്സിമം വില കുറച്ചാണ് ഈ വസ്തു എടുക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ നിസ്സഹായാവസ്ഥ അവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മഗർ മസ്ബൂരി ക ഫായദ സഭി ഉടാത്തെ ഹെ, നിസ്സഹായാവസ്ഥയുടെ പ്രയോജനം അവർ എടുക്കും. ഹമാരെ പാസ് സമയന്നത, ഞങ്ങളുടെ അടുക്കൽ എന്തില്ലായിരുന്നു? സമയമില്ലായിരുന്നു. ഷാദിക്ക് തയ്യാരിയാം ശുരു കർത്തീതി, ഷാദി മീൻസ് വിവാഹം, വിവാഹത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഭവിഷ്യനിധി സേ ബി കുച്ച് 1000 റുപ്യ പിതാജി നികാലായതേ, ഭവിഷ്യനിധി എന്ന് പറഞ്ഞാൽ PF, അപ്പോൾ പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിന്നുമൊക്കെ എന്ത് ചെയ്തു? കുറേ പൈസ, കുറച്ച് 1000 രൂപ പിതാജി നികാലായത്, അച്ഛൻ എടുത്തുകൊണ്ട് വന്നായിരുന്നു. ദീദി ബഹുത് ഭാവുക് ഹോ ഗയി ഥി, ചേച്ചി ഭയങ്കര ഭാവുകനായിരുന്നു, മീൻസ് ഭാവു എന്ന് പറഞ്ഞാൽ വിഷാദം, വിഷമം എന്നൊക്കെ അർത്ഥം, വിഷമത്തിലായിരുന്നു. അവർ ബാദ് മേ രോപ്പടുത്തീതി, പലപ്പോഴും സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? രോപ്പടുത്തീതി, കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്, ഏകാന്ത ശ്രീവാസ്തവൻ്റെ ചേച്ചിയുടെ വിവാഹമാണ്. അപ്പോൾ വിവാഹം നടത്തുന്നതിന് വേണ്ടി അവർക്ക് എന്ത് വെക്കേണ്ടി വരുന്നു? സ്വന്തം വസ്തു വിൽക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത് ആജിക്കേക്ക് സമസ്യക്ക് ബാരേമേ കഹത്തെ ഹെ, ഇന്നത്തെ ഒരു സമസ്യയെക്കുറിച്ചാണ് പറയുന്നത്. എന്ത് സമസ്യ? പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുക എന്നുള്ളത് ഒരു ഭാരിച്ച ചിലവാണ് പേരൻസിനെ സംബന്ധിച്ച്. അതിനാൽ അവർക്ക് സ്വന്തം കിടപ്പാടം പോലും വിൽക്കേണ്ടി വരുന്നു എന്ന ഒരു സമസ്യ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പത്തേക്ക് അപ്പോൾ ഇവിടെ ചേച്ചി ഭയങ്കര വിഷമത്തിലാണ്. മണ്ഡപ ലഗാ ദിയാ ഗയാ ദാ, മണ്ഡപമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഷാദിക്ക് കാർഡ് ചപ്പുകയും, ഷാദി കല്യാണത്തിന് വേണ്ടിയുള്ള കാർഡൊക്കെ അച്ചടിച്ചു. മെഹമാൻ ആനെ ലഗേ, മെഹമാൻ എന്ന് പറഞ്ഞാൽ അതിഥികൾ എന്നാണ് അർത്ഥം, അതിഥികളൊക്കെ വരാൻ തുടങ്ങി. ഹൽദി തേൽ ചടാന ശുരു ഹോ ഗയ, ഹൽദി തേൽ മീൻസ് തേൽ എന്ന് പറഞ്ഞാൽ എണ്ണ എന്നൊക്കെ അർത്ഥം. ഹൽദി തേൽ എന്ന് പറഞ്ഞാൽ ചന്ദനയും മഞ്ഞളും ഒക്കെ ഉണ്ടല്ലോ, അതിടുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ അത് ശുരു ഹോ ഗയ, അതൊക്കെ ആരംഭിച്ചു. ഹം സബ് വ്യവസ്ഥാസെ സന്തുഷ്ടതേ, ഞങ്ങളെല്ലാവരും ഈ ഒരു വ്യവസ്ഥയിൽ, ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ഞങ്ങൾ സന്തോഷവാന്മാരായിരുന്നു. ജൈസെ അഭീസെ കാലി അവർ ഉദാസ്ത, എന്നാൽ എന്തായിരുന്നു? മനസ്സ് ശൂന്യമായിരുന്നു, ഭയങ്കര വിഷമവും ഉണ്ടായിരുന്നു. ജോ ഉപസ്ഥിത് താ ഉസ്കി അനുപസ്ഥിതി അഭീസെ ദിൽ മേ ഘർ ഘർ ഗേദേ, എന്താണോ ഉള്ളത് എന്നാൽ അതിൻ്റെ ഒരു ഇല്ലായ്മ ഇവരുടെ മനസ്സിലെ ഇങ്ങനെ
വിഷമിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്ന് വെച്ചാൽ വസ്തു ഉണ്ട്, പക്ഷെ അത് വിറ്റിട്ടാണ് മകളെ വിവാഹം കഴിച്ച് അയക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വിഷമം ഇവിടെ എല്ലാം മനസ്സിൽ ഉണ്ടായിരുന്നു. ജിസ് ദിൻ ജമീൻ കി രജിസ്ട്രി ഹോനി തി, ഏത് ദിവസമാണോ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടക്കേണ്ടിയിരുന്നത്, ഉസ്കെ ഏക് ദിൻ പഹലെ, അതിന് ഒരു ദിവസം മുന്നേ തന്നെ പിതാജീനെ മുച്ചെ അപ്പനെ സാത്ത് കേ ചലനേക്കോ കഹ, അച്ഛൻ എന്നോട് അപ്പനെ സാത്ത്, ആ അച്ഛനോടൊപ്പം കേത് ചലനേക്കോ കഹ, ഇങ്ങോട്ടേക്ക് പോകാൻ വിളിച്ചു, വയലിലേക്ക് പോകാൻ വിളിച്ചു. അപ്പോൾ വയലാണ് വിൽക്കാൻ പോകുന്നത്. അപ്പോൾ ആ വിൽക്കുന്നതിന് മുമ്പ്, അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ ആ വയലിലേക്ക് പോകാനായിട്ട് അച്ഛൻ എന്നെ വിളിച്ചു. ഘർ മേ മെഹമാൻ ഥേ, വീട്ടിൽ അതിഥികളുണ്ടായിരുന്നു. അവർ വിവാഹസെ സംബന്ധിത ജറൂരി കാം ഭി, വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജോലികളുമുണ്ട്, അത്യാവശ്യം ജോലികളൊക്കെ ഉണ്ടായിരുന്നു. മൈസ് അപ്രത്യാശിത പ്രസ്താവസയെ കുറിച്ച് ചകിത് ഹുവ, ഈ പ്രതീക്ഷിക്കാത്ത ഈ ഒരു പ്രസ്താവന കേട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ആകാംക്ഷാഭരിതനായി, അല്ലെങ്കിൽ ഒന്ന് ഞെട്ടി. നമ്മൾ ഈ ഒരു ഇത്രയും തിരക്ക് പിടിച്ച ഈ ഒരു സമയത്ത് എന്തിനാണ് ഇപ്പോൾ ഈ വയലിലേക്ക് പോകുന്നത് എന്ന് ഏകാന്ത ശ്രീവാസ്തവ് വിചാരിച്ചു. ഏക് ദോ ദിൻ ബാദ് കഭി ചലേങ്കെ പിതാജി കുച്ച് ഫുർസത് മേ, അബി തോ, 1-2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ അച്ഛാ, ഇത്രയും തിടുക്കം ഇപ്പൊ തന്നെ പോണോ എന്നുള്ള അർത്ഥത്തിൽ ആര് ചോദിച്ചു? ഏകാന്ത ശ്രീവാസ്തവ് അച്ഛനോട് ചോദിച്ചു. അച്ഛൻ എന്താ പറഞ്ഞേ? പിതാജീനെ കഹ കൽ രജിസ്ട്രി കെ ബാദ് വഹ് സമീൻ അപ്നി കഹാ രഹി ജായേഗി, കൽ രജിസ്ട്രി കെ ബാദ്, നാളെ രജിസ്ട്രേഷന് ശേഷം വഹ് സമീൻ, ആ ഭൂമി അപ്നി കഹാ രഹി ജായേഗി, എൻ്റേതെങ്ങനെ, എൻ്റെ ഭൂമി അല്ലല്ലോ, നാളെ രജിസ്ട്രേഷന് ശേഷം മറ്റൊരാളുടെ ഭൂമിയാകുന്നതാണ്. ബിർ ദൂസരോം കി ജമീൻ മേ ക്യാ ജാന, മറ്റൊരാളുടെ ഭൂമിയിൽ എന്തിനാ പോന്നേ? വേ ധീരേസെ പോലെ, അദ്ദേഹം എങ്ങനെയാ പറഞ്ഞേ? ധീരേസെ, പതുക്കെയാണ് പറഞ്ഞത്. ഇത് വാക്യ മുച്ചി ആഹത് കർഗിയ, ഈ ഒരു സെൻറ്റൻസ് എന്നെ എന്ത് ചെയ്തു? മുറിവേൽപ്പിച്ചു, എന്നിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കി ഈ ഒരു സെൻറ്റൻസ്. കാരണം നാളെ മറ്റൊരാളുടേതാകുന്ന ഭൂമിയാണ്, അതിന് മുമ്പൊന്ന് എൻ്റേതായിട്ടുള്ള ഭൂമിയിൽ എനിക്ക് പോകണം എന്ന അച്ഛൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ മകന് വിഷമമായി. ഉൻകി പീഡ മൈ സമസ് രഹാദ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വേദന, മൈ സമസ് രഹാദ, എനിക്ക് മനസ്സിലായിരുന്നു. മുച്ചേ ഖുദ് ബോത് അച്ഛ നഹി ലഗ് രഹാദ, എനിക്ക് തന്നെ സ്വയം എന്ത് ചെയ്തു? ഒരു നല്ലതായിട്ട് തോന്നിയില്ല, എനിക്ക് വിഷമം തോന്നി. ഖേത്തോമേയും പഹൂൻഷിക്കാർ, വയലിലെത്തിയതിനു ശേഷം വേ സൂര്യാസ്തത്തക്ക്, അദ്ദേഹം സൂര്യാസ്തമയം വരെ, വൈകുന്നേരം വരെ, സന്ധ്യാസമയം വരെ, ഉൻ ഖേത്തോമേയും, ആ വയലിൽ, ടഹൽത്തെ രഹേ ജോ ബിഖ്നെ വാലേത്, ടഹൽത്തെ രഹേ, ടഹൽ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി, എന്തിനെ? ജോ ബിഖ്നെ വാലേത്, എന്താണോ വിറ്റത് അല്ലെങ്കിൽ എന്താണോ വിൽക്കാൻ പോകുന്നത് ആ ഭൂമിയിൽ. അപ്പോൾ വിൽക്കാൻ പോകുന്ന ആ വയലിൽ അദ്ദേഹം എത്തിയിട്ട് സന്ധ്യാസമയം വരെ അദ്ദേഹം ആ വയൽ മൊത്തവും ചുറ്റിക്കറങ്ങി. വേ ഖാമോസ് ദേ, അദ്ദേഹം ഖാമോസ് ദേ, ഖാമോസ് എന്ന് പറഞ്ഞാൽ നിശബ്ദനായിരുന്നു. കുച്ച് ബോൽ നഹി രഹേദേ, ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. മഗർ ഉൻകെ ഭീതർ കാ ഹാഹാകാർ മേരി സമസ് മേ ആ രഹാദ, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു ഹാഹാക്കാർ, നിലവിളി, ആ ഒരു വേദന, മേരി സമസ് മേ ആ രഹാദ, എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. മൈംനെ ചുകുക്കർ മിട്ടി കോ ചുവ, ഞാൻ ഒന്ന് കുനിഞ്ഞിട്ട്, ചുകുക്കർ കുനിഞ്ഞിട്ട്, മിട്ടി കോ ചുവ, ആ മണ്ണിനെ ഒന്ന് തൊട്ടു. ചുപ്ചാപ്പ്, മിണ്ടാതെ, പിതാജിക്ക് ദേക്കെ ബഗേർ, ബഗേർ എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നർത്ഥം, പിതാജിക്ക് ദേക്കെ ബഗേർ, അച്ഛൻ കാണാതെ. ക്യാ ജമീൻ ഏക്ക് സ്ലേറ്റ് കാ നാം ഹേ, എന്താ ഭൂമി ഒരു സ്ലേറ്റിൻ്റെ പേരാണോ? ജിസ്പർ ഹമാരെ ബച്പൻ കി കവിത ലിഖി ഹേ, ഇതിനകത്താണോ ഞങ്ങളുടെ ആ കുട്ടിക്കാലത്തെ കവിത എഴുതിയിരിക്കുന്നത്? അപ്പോൾ കുട്ടിക്കാലത്തെ കവിത എഴുതിയ ഒരു സ്ലേറ്റിൻ്റെ പേരാണോ ഭൂമി? എന്ന് വെച്ചാൽ കുട്ടിക്കാലം കഴിച്ചു കൂട്ടിയ സ്ഥലമാണ് ആ ഭൂമി. അപ്പോൾ അതൊരു കുട്ടിക്കാലത്തെ കവിത എഴുതിയ ഒരു സ്ലേറ്റ് ആയിട്ടാണ് ആര് പറയുന്നത്? നമ്മളുടെ ലേഖകൻ. യാ ഷായദേക്ക് ഫൂൽ കാ നാം, എന്ന ഒരുപക്ഷെ ഇതൊരു പൂവിൻ്റെ പേരാണോ? ജിസ്കെ രംഗമേ ഹമാരെ രക്തിക്ക് ചമക് ഹേ, അതായത് ജിസ്കെ രംഗമേയും, എന്തിൻ്റെ നിറത്തിലാണോ, ഹമാരെ രക്തിക്ക് ചമക് ഹേ, ഞങ്ങളുടെ രക്തത്തിൻ്റെ തിളക്കമുള്ളത്, അങ്ങനെയുള്ളൊരു പൂവിൻ്റെ പേരാണോ ഈ ഭൂമി? അപ്പോൾ അർത്ഥം ഇതാണ്, അവർ വിയർപ്പൊഴുക്കി കഠിനമായി അധ്വാനിച്ച കുട്ടിക്കാലത്തൊക്കെ ഓടി നടന്ന് വളർന്ന ആ ഭൂമിയാണ് വിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. അഗലേ ദിൻ രജിസ്ട്രി തക്ക് പിതാജി ഖാമോശ് രഹേ, അടുത്ത ദിവസം രജിസ്ട്രേഷൻ വരെ അച്ഛൻ മൂകനായിരുന്നു, ഒന്നും സംസാരിച്ചില്ലായിരുന്നു. ബസ് ഹൂ ഹാ കർത്തേ ഹുയേ, എന്നാൽ ഹൂ ഹാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ചോദിക്കും ഹാ ഓ എന്നുള്ള മൂളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെഹമാനോं के सामने भी ഔപചാരികത നിഭാന കഠിന ഹോ ഗയാ താ, അതിഥികളുടെ മുന്നിലും ഔപചാരികത നിഭാന കഠിന ഹോ ഗയാ താ, ഔപചാരികത നിറവേറ്റാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ക്യാഷ് ഗിൻഗർ ലേ ലിയാ ഗയ, ക്യാഷൊക്കെ ഗിൻഗർ ലേ ലിയാ ഗയ, എണ്ണി എടുത്തു.
पिताजी ने रजिस्ट्री के कागजात पर हस्ताक्षर कर दिए. അച്ഛൻ രജിസ്ട്രേഷൻ്റെ കാഗസാത്ത് പർ പേപ്പറിൽ ഹസ്താക്ഷർ കർ ദിയെ, എന്ത് ചെയ്തു, ഒപ്പിട്ടു, സൈൻ ചെയ്തു. അങ്ങനെ മറ്റൊരാൾക്ക് ആ ഭൂമി എഴുതി കൊടുക്കേണ്ടതായിട്ട് വന്നു. നിസ്സഹായ അവസ്ഥയാണ്. ഏകാന്ത ശ്രീവാസ്തവ് ഇതൊരു കവിതയിലൂടെ തങ്ങളുടെ വേദന അറിയിച്ചിരിക്കുന്നു. മൈ ജമീൻ നഹീം ബേസ്താ ഹൂം ഹൃദയ अपनी छाती से काट कर जिस पर गिर कर छिले मेरे घुटने उस धूल और इस रक्त का प्यार मैं बेचता हूँ पानी में डूबी दान की जड़ों की गीली सुगंध अपनी सांसों से छीन कर मैं पेड़ की तरह कटकर गिरता हूँ. दुनिया के हाट में बेमोल मेघ की तरह बरस कर होता हूँ खाली. मैं ज़मीन नहीं बेचता हूँ आँखें जलावर स्वप्न से भरी हुई अपनी दो आदत आंखें. മൈ ജമീൻ നഹീം ബേസ്ത, ഞാൻ ഭൂമിയല്ല വിൽക്കുന്നത്. ബേസ്താഹൂം ഹൃദയ, ഞാൻ എൻ്റെ ഹൃദയമാണ്, എൻ്റെ മനസ്സാണ് വിൽക്കുന്നത്. അപ്പം ഈ ചാത്തി സേ കാട്കർ, ചാത്തി എന്ന് പറഞ്ഞാൽ നെഞ്ച്, ഹൃദയം. അപ്പം നെഞ്ചിൽ നിന്നും കാട്കർ കീറിയിട്ട്, നെഞ്ച് കീറി എൻ്റെ ഹൃദയമാണ് ഞാൻ കൊടുക്കുന്നത്, ഭൂമിയല്ല. അപ്പോൾ തൻ്റെ ഭൂമി വിൽക്കുമ്പോൾ അത്രയ്ക്ക് വിഷമാർക്കുണ്ട് ഈ പിതാജിക്ക്, അല്ലെങ്കിൽ ഏകാന്ത ശ്രീവാസ്തവന്. ജിസ് പർ ഗിർക്കർ ചിലേ മേരെ ഘുടനെ, എവിടെയാണോ ഗിർക്കർ വീണിട്ട്, ചിലേ എന്ന് പറഞ്ഞാൽ തൊലി പോവുക എന്നൊക്കെ അർത്ഥം. മേരെ ഘുടനെ, ഘുടന എന്ന് പറഞ്ഞാൽ കാൽമുട്ട്, എൻ്റെ കാൽമുട്ടിൻ്റെ തൊലി പോയത് എവിടെ വീണിട്ടാണോ, ഉസ് ദൂലവർ ഈസ് രക്തക്കാ പ്യാർ, ആ പൊടിയുടെയും എൻ്റെ രക്തത്തിൻ്റെയും ആ ഒരു സ്നേഹബന്ധം മൈം ബേസ്താഹൂം, ഞാൻ വിൽക്കുന്നു. ഞാൻ എവിടെയാണോ ഓടി കളിച്ച് വളർന്നത്, എവിടെയാണോ വീണ് എൻ്റെ മുട്ട് മുറിഞ്ഞ് എൻ്റെ തൊലി പോയത്, ആ മണ്ണിൻ്റെയും എൻ്റെ രക്തത്തിൻ്റെയും ഒക്കെ സ്നേഹം, ആ ഭൂമിയോടുള്ള എൻ്റെ ആ ഒരു ബന്ധം, അതാണ് ഞാൻ വിൽക്കുന്നത്. ബേസ്താഹൂം പാനി മേ ടൂബി ദാൻഗി ജഡോംഗി ഗീലി സുഗന്ധ് അപ്നി സാസോം സേ ചീൻകർ. ബേസ്താഹൂം വിൽക്കുന്നു, പാനി മേ ടൂബി വെള്ളത്തിൽ മുങ്ങിയ, ദാൻഗി ജഡോംഗി ഗീലി സുഗന്ധ് ധാന്യത്തിൻ്റെ വേരുകളുടെ ആ നനഞ്ഞ ഗന്ധം, അപ്നി സാസോം സേ ചീൻകർ എൻ്റെ ശ്വാസത്തിൽ നിന്നും അപഹരിച്ചുകൊണ്ട്. അപ്പോൾ എങ്ങനെ വിൽക്കുന്നത്? അതായത് വെള്ളത്തിൽ മുങ്ങിയ ചെടികളുടെ വേരുകളുടെ ആ ഒരു നനഞ്ഞ ഗന്ധം അത് തൻ്റെ ശ്വാസത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടാണ് വിൽക്കുന്നത് എന്ന് വെച്ചാൽ അർത്ഥം. കൃഷി ചെയ്യുന്ന പാടമാണ്, ഇപ്പോൾ കൃഷി ചെയ്യാതെ നേരത്തെ കൃഷി ചെയ്ത ധാന്യത്തിൻ്റെയൊക്കെ വേരുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കൃഷിയുമായിട്ട് ബന്ധമുണ്ട്, തൻ്റെ കൃഷിയിടമാണ്. അപ്പോൾ അത് തൻ്റെ ശ്വാസത്തിലുള്ളതാണ്, തൻ്റെ ജീവിതത്തിലുള്ളതാണ്. അപ്പോൾ അതിനെ അപഹരിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ഈ വിൽപ്പനയിലൂടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ തൻ്റെ ഉപജീവന മാർഗമായ ആ വയലാണ് വിൽക്കുന്നത് എന്നർത്ഥം. മൈ പേട് കി തരഹ് കട്ക ഗിർത്താഹൂം, ഞാൻ മരത്തിനെ പോലെ വീഴുകയാണ്. മൈ പേട് കി തരഹ് കട്ക ഗിർത്താഹൂം, ഞാൻ മരത്തിനെ പോലെ വെട്ടി വീഴ്ത്തുന്നു. ദുനിയാക്കെ ലോകത്തിലെ ഹാട്ട് മേ മാർക്കറ്റിൽ ബേമോള് വിലയില്ലാത്ത, അപ്പം ലോകത്തിലെ മാർക്കറ്റിൽ വിലയില്ലാത്ത മേഘക്കി തരഹ്, ഒരു മേഘത്തെ പോലെ ബരസ്കർ ഹോത്താഹൂം, ബരസ്ന എന്ന് പറഞ്ഞാൽ പെയ്യുന്നു, ഖാലി വെറുതെ. അപ്പോൾ മേഘത്തിൽ നിന്നും പൊഴിയുന്ന മഴ പോലെ, ലോകത്തിലെ മാർക്കറ്റിൽ ഒരു മൂല്യവുമില്ലാത്ത മേഘത്തിൽ നിന്നും പൊഴിയുന്ന മഴ പോലെയാണ് എൻ്റെ മനസ്സ്. അതേപോലെ ഞാൻ പേടിക്ക് തര കട്ക, ഞാൻ മരത്തിനെ പോലെ എന്ത് ചെയ്യുന്നു, വീഴുന്നു. മീൻസ് അതേ ഉള്ളൂ, തൻ്റെ ഭൂമി വിൽക്കുമ്പോൾ തനിക്ക് ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വേദന തനിക്കുണ്ട് എന്ന് ഈ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നു. മൈ ജമീൻ നഹീം ബേസ്താഹും ആംഗേയും, ഞാൻ ഭൂമിയല്ല വിൽക്കുന്നത് എൻ്റെ കണ്ണുകളാണ്. ജലവർ സ്വപ്ന സേ ഭരി ഹുയി അപ്നി ദോ ആദത് ആംഗേയും, ജലവും സ്വപ്നവും നിറഞ്ഞ എൻ്റെ 2 കണ്ണുകളാണ്. എൻ്റെ ഭാവിയിലെ സ്വപ്നവും എൻ്റെ കണ്ണുനീരുമൊക്കെ അടങ്ങിയ എൻ്റെ കണ്ണുകളാണ് ഞാൻ വിൽക്കുന്നത്, എന്നത് വെറുമൊരു ഭൂമിയല്ല. ഇതാണ് കവിതയിലൂടെ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ബേട്ടിക്ക് വിദാ ഹോനെ മേ അഭി 2-4 ദിൻ വക്ത് ദാ, മകളുടെ വേർപിരിയുവാൻ വേണ്ടി അപ്പോൾ 2-4 ദിവസം ഉണ്ടായിരുന്നു, ഇനി സമയമുണ്ടായിരുന്നു. വക്ത് എന്ന് പറഞ്ഞാൽ ടൈം എന്നാണ് അർത്ഥം. മഗർ ജമീൻ കി വിദായി ആജി ഹി ഹോ രഹി ദി, എന്നാൽ ഭൂമിയുടെ വേർപാട് ഇന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു, മറ്റൊരാൾക്ക് എഴുതി കൊടുത്തു. പിതാജിക്ക് സൂക്കെ ആസുവും കോ ഖോൻ ദേഖ് സക്താ, അച്ഛൻ്റെ ആ
കണ്ണുനീര് പറ്റിയ അല്ലെ സൂക്കെ ആസൂങ്കു വറ്റിയ കണ്ണുനീരിനെ കോൻ ദേഖ് സക്താത ആർക്ക് കാണാൻ സാധിക്കും, കോൻ സുൻ സക്താത ആർക്ക് കേൾക്കാൻ സാധിക്കും, മുൻകി നിശബ്ദ വിലാപുക്കു അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ ആ ഒരു ദുഃഖത്തിനെ. ഏകാന്ത് ശ്രീവാസ്തവ്. ഏകാന്ത ശ്രീവാസ്തവ് തൻ്റെ അച്ഛൻ്റെയും തൻ്റെ കുടുംബത്തിലും സംഭവിച്ച ഒരു ദുഃഖത്തെക്കുറിച്ചാണ് ആത്മകഥയുടെ ഈ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം മകളുടെ വിവാഹത്തിന് ഇന്നത്തെ നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന ആർഭാടപൂർണമായ വിവാഹം കാരണം പേരൻസിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്നു. സ്വന്തം വസ്തുക്കൾ ഭൂമിയൊക്കെ വിൽക്കേണ്ട ഒരവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മകളുടെ കല്യാണം എന്ന് പറയുന്നൊരു വലിയ കടമ്പയും സ്വന്തം ഭൂമി വിൽക്കേണ്ട ആ ഒരു വിഷമം ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ആത്മകഥാംശമാണ് ज़मीन एक स्लेट का नाम है. इसमें बिदाई के साथ बिदाई है, दो बिदाई है, अपनी बेटी की बिदाई और ज़मीन की बिदाई. यहाँ നാരി സമസ്യ ഭി ഏക് വിഷയ ഹെ. ഇവിടെ നാരി സമസ്യ സ്ത്രീകളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു വിഷയം തന്നെയാണ്. അതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ പാഠം. നിങ്ങൾ നന്നായിട്ടൊന്ന് കേൾക്കുക, പുസ്തകം നന്നായിട്ട് വായിക്കുക, ന്യൂ വേർഡ്സൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ. അപ്പോൾ ഈ പാഠം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ധന്യവാദ്.